എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. സുധീഷ് നിധിയും കൂട്ടിക്കൊണ്ട് യൂണിവേഴ്സിറ്റിയിലോട്ട് വരികയാണ്. അവിടെ സുധീഷിന് പരിചയമുള്ള ഒരു മാഡം വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാമിൻ്റെ അടുത്ത് സുധീഷിൻ്റെയും നിധിയുടെയും കല്യാണം കഴിഞ്ഞ കാര്യവും നിധിയുടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് നിധിയും കൂട്ടിക്കൊണ്ട് സുധീഷ് യൂണിവേഴ്സിറ്റിയിലോട്ട് വരുന്നത്. അങ്ങനെ മാമിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുന്നു. നിധിക്ക് വലിയ സന്തോഷമാവുന്നു. കുട്ടി വിഷമിക്കേണ്ട, 2 ആഴ്ചയ്ക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ വന്നോളൂ എന്ന് പറയും. ഇത് കേൾക്കുന്ന നിധിക്ക് വലിയ സന്തോഷവും സുധീഷിനോടും ചെറിയൊരു ഇഷ്ടം തോന്നും. കാരണം അത്രയും സ്ട്രെയിൻ ചെയ്ത് തനിക്കൊണ്ട് ചെയ്ത് തന്നല്ലോ എന്ന് കരുതി. അങ്ങനെ അവിടുന്ന് അവരോട്ടൊക്കെ സംസാരിച്ച് രണ്ടുപേരും കൂടി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ കാറിട്ട് വരികയാണ്. കാറിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നിധി സുധീഷിനോട് പറയും, അതേ ഇങ്ങനെ ഒരാളോട് ഇത്രയും നേരം സംസാരിക്കാൻ എന്തിരിക്കുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സുധീഷ് പറയും, മനസ്സിലായില്ല. അല്ല, ഞാനവിടെ എഴുതുന്ന സമയത്ത് ഭയങ്കര സംസാരമായിരുന്നല്ലോ. അപ്പോൾ സുധീഷിന് മനസ്സിലാവും, എന്നോട് ഇവർക്ക് ചെറിയ സ്നേഹം തോന്നി തുടങ്ങി. അതാണ് ഞാൻ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം വരുന്നത്. ഹലോ, ഞാനോ സംസാരിച്ചെന്ന് വെച്ചപ്പോൾ എന്താ കുഴപ്പം? അതേ, അല്പം ബുദ്ധി വേണം. ആ മാഡം യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നില്ലേ? അപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പം കുറച്ച് റെസ്പെക്റ്റൊക്കെ വേണം. പിന്നെ ഒരുമാതിരി റൗഡികൾ വരുന്ന കണക്ക് ഷർട്ടിൻ്റെ ബട്ടണൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ആടിയല്ല വരേണ്ടത്. അപ്പോൾ നിധി അതങ്ങ് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. എങ്ങനെ ഒന്നും കൂടി കാണിച്ച് അപ്പോഴത്തേക്ക് ഇങ്ങനെ സുധീഷ് വരുന്ന കണക്ക് ഇങ്ങനെ കൈയൊക്കെ വീശി വരുന്നതായിട്ട് നിധി ഒന്ന് ആക്ട് ചെയ്യും. അത് കാണുമ്പോൾ സുധീഷിനൊക്കെ വലിയ സന്തോഷം. സുധീഷ് പറയാം, താനാൾ കൊള്ളാമല്ലോ, തനിക്ക് ആൾക്കാരെ അനുകരിക്കാനൊക്കെ അറിയാം. പിന്നെ അല്ലാതെ എൻ്റെ കയ്യിൽ എന്തൊക്കെ നമ്പറുണ്ടെന്നാണ് സുധീഷിൻ്റെ വിചാരം. അതെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്രയും വലിയൊരു ഉപകാരം ഞാൻ ചെയ്തു തന്നിട്ട് താൻ എനിക്ക് തിരിച്ചൊരു പ്രത്യുപകാരമൊന്നും ചെയ്യുന്നില്ലേ? അതിന് സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയില്ലല്ലോ, അതിനുശേഷം വലിയ ചിലവൊക്കെ ചെയ്യുന്നത്. അത് നമുക്ക് കുടുംബത്തിലുള്ളവരെ എല്ലാവരോടും കൊണ്ടുവന്നിട്ട് ട്രീറ്റ് ചെയ്യാമെന്ന് പറയും. കുടുംബക്കാരൊക്കെ ആയിപ്പോയില്ലേ, പിന്നെ സർട്ടിഫിക്കറ്റ് കൈ കിട്ടുമ്പം ചിലവ് ചെയ്യുമ്പോൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരണ്ടേ? സുഭാഷ് ഏട്ടനെയും നികേഷിനെയും ഹരീഷിനെയും അച്ഛനെയും എല്ലാം കൂട്ടിക്കൊണ്ട് വന്ന് ഞാൻ ഒരുമിച്ച് ചിലവ് ചെയ്യാം. ഹലോ, അത് വേണ്ട. ഞാനല്ലേ ഇത്രയും സ്ട്രെയിൻ ചെയ്ത് ഇതിനു വേണ്ടി തന്നെ യൂണിവേഴ്സിറ്റി വരെ കൊണ്ടുപോയത്. ഇന്നാണെ നല്ലൊരു ഓട്ടോ ഉണ്ട്, ഓട്ടോ ഓടി എനിക്ക് കാശ് എത്ര കിട്ടിയേനെ. അതുപോലും വേണ്ടെന്ന് വെച്ച് തൻ്റെ കൂടെ വന്നത് എനിക്ക് മാത്രം ചിലവ് ചെയ്യാൻ വേണ്ടിയാണ്. ഓ ശരി സമ്മതിച്ചു. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ട? ഇപ്പം തനിക്ക് ഇഷ്ടമുള്ള ചെയ്യാം എന്ന് പറയും. ശരി, വണ്ടി അവിടെ നിർത്താൻ പറയും. അങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ട് പോയി ഐസ്ക്രീം പാർലറിൽ കയറി 2 ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരും. ഇതെന്താ 40 രൂപയുടെ ഐസ്ക്രീമാണോ ചിലവ്? അതേ, ഇപ്പം കൊണ്ടുവന്നതിനുള്ള ഒരു ചെറിയ ചിലവാണ് ഇത്. ഇനി സർട്ടിഫിക്കറ്റ് കൈ കിട്ടുമ്പോൾ എല്ലാവരെയും കൂടി ഹോട്ടലിൽ കൊണ്ടുവന്നിട്ട് നല്ലൊരു ട്രീറ്റ് തരാം, ഒരു ഉഗ്രൻ ട്രീറ്റ് തന്നെ ആയിക്കോട്ടെ. ശരി എന്ന് പറഞ്ഞവർ രണ്ടുപേരും കൂടി ഐസ്ക്രീമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. പിന്നെ കാണിക്കുന്നത് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പാണ്. അങ്ങനെ ഹരീഷും വർക്ക്ഷോപ്പിലിരുന്ന് ഇങ്ങനെ ജോലി ചെയ്യുകയാണ്. ഇത് നികേഷ് അങ്ങോട്ട് വരും. നികേഷിനെ കാണുന്നതും ഹരീഷ് ചോദിക്കും, നീ എന്താടാ പതിവില്ലാതെ ഇങ്ങോട്ട് വന്നത്? ഒന്നുമില്ല നികേഷ് ചേട്ടാ, വീട്ടിലായിരുന്നപ്പോൾ ആരുമില്ല, ബോറടിച്ചിട്ട് ഞാനിങ്ങോട്ട് വന്നതാന്ന് പറയും. ശരി, എങ്കിൽ നീ ഇവിടെ കുറച്ചിട്ട് ഇരിക്കും, നമുക്ക് ഒരുമിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് പറയും. അങ്ങനെ അവർ ഇരിക്കുന്ന സമയത്ത് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് ഒരു കസ്റ്റമർ വരും, വണ്ടി കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ വണ്ടി കൊണ്ടുവരുമ്പോൾ അയാൾ ചോദിക്കും, അല്ല ഹരീഷേ, സുഭാഷിൻ്റെ കല്യാണം ഇപ്രാവശ്യം മുടങ്ങിയോ? അത് നിശ്ചയം വരെ എത്തിയെന്നൊക്കെ പറഞ്ഞു, പിന്നെ എന്താ മുടങ്ങാൻ കാരണം? അത് നിശ്ചയത്തിന് അത് എന്തോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നാളെ ചേരത്തില്ല, ജാതകം ചേരത്തില്ലെന്നൊക്കെ ഹരീഷ് പറയും. അതൊന്നും അല്ല, എത്ര ആലോചന വന്നതാ, സുഭാഷിന് കല്യാണം നടക്കത്തില്ലെന്ന് വന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹരീഷിനങ്ങ് വിഷമമാവും, ദേഷ്യം വരുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നികേഷിനും അങ്ങ് സങ്കടം വരും. ചോദിക്കുക, അതെന്തെങ്കിലും ആയിക്കോട്ടെ, സുഭാഷ് ചേട്ടന് കല്യാണം നടക്കാൻ വിധിയുണ്ടെങ്കിൽ നടന്നോളും. അതിപ്പോൾ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ, ഞങ്ങളെന്ത് ലോകം മൊത്തം പബ്ലിസിറ്റി ചെയ്യണോ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട്? നീ എന്തിനാ ഹരീഷ് എന്നോട് ദേഷ്യപ്പെടുന്നത്? പിന്നെ ദേഷ്യപ്പെടാതെ എന്നൊക്കെ പറയും. അങ്ങനെ അയാളങ്ങ് പോവും. അതിനുശേഷം നികേഷൻ കരയും. ചോദിക്കും, അല്ല നീ കരയാതെ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതെന്ന് വെച്ച് ഒരു സ്ഥലത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ പല ആൾക്കാരും വന്ന് പല തരം സ്വഭാവമുള്ള ആൾക്കാരാണ്. അതൊന്നും നീ ആലോചിച്ച് വിഷമിക്കേണ്ട, സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കും, നമ്മളൊക്കെ ഇല്ലടാ, പിന്നെ എന്തെങ്കിലും വിഷമിക്കുന്നൊക്കെ പറയും. ഞാൻ പോട്ടെ ഹരീഷ് ചേട്ടാന്ന് പറയും. എടാ ഇരിക്കും, നമുക്ക് ഒരുമിച്ച് പോകാം. വേണ്ട, ഞാൻ പോകാമെന്ന് പറയും. അങ്ങനെ നികേഷ് അങ്ങ് പോകും. ആ സമയത്താണ് അവിടേക്ക് നീതു കടന്നു വരുന്നത്. കാണുന്നതും ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന ഒരു പയ്യനുണ്ട്, പ്രിൻസ് പറയും, അല്ല ഇതാരും നീതോ, ഇതെന്താ കൈ സ്വീറ്റ്സൊക്കെ ആയിട്ട്? ഒരു വിശേഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വീറ്റ്സൊക്കെ കൊടുക്കും. ഹരീഷ് മേടിക്കത്തില്ല. ഇതെന്ത് പറ്റി? ഹരീഷിനൊരു സങ്കടം കണക്ക്. അതേ, സുഭാഷ് ചേട്ടൻ നിശ്ചയം വരെ എത്തിയ ആലോചനയായിരുന്നു, അത് മുടങ്ങേണ്ട സങ്കടമാണെന്ന് പറയും. അത് പോട്ടെ ഹരീഷേ, മുമ്പ് നിങ്ങളുടെ വീട്ടിൽ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കാത്ത അവിടെ പെൺകുട്ടികളില്ലെന്ന് കരുതിയായിരുന്നു. ഇപ്പോൾ നിധിയേട്ടത്തി വന്നില്ലേ, കുറച്ച് കഴിയുമ്പോൾ ഞാനും അങ്ങോട്ട് വരും. പിന്നെ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം ഈസി ആയിട്ട് നടക്കും, അതൊക്കെ അങ്ങ് മാറും, ഹരീഷ് വിഷമിക്കേണ്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് ഹരീഷ് നീതുവിനെ നോക്കിക്കൊണ്ട് പറയും,
എൻ്റെ വീട്ടിലോട്ട് വരാൻ നീ തയ്യാറാണോ എന്ന് ചോദിക്കും. കല്യാണം കഴിച്ചാൽ നീ എൻ്റെ വീട്ടിൽ നിൽക്കുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നീ ഇത് വണ്ടടിച്ചാണെങ്കിൽ നിൽക്കുവാണ്. ഹരീഷ് തന്നെയാണോ ഇത് സംസാരിക്കുന്നത്? പിന്നെ അല്ലാതെ പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഹരീഷിൻ്റെ കൂടെ അല്ലേ, ഹരീഷിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടതെന്ന് ചോദിക്കും. എനിക്ക് ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കുക. എന്താ ഹരീഷ്? നിനക്ക് എൻ്റെ സുഭാഷ് ചേട്ടനെ വിവാഹം കഴിക്കാമെന്ന് ചോദിക്കും. ഇത് കേൾക്കുന്ന നീതുവിനങ്ങ് ദേഷ്യം വരും. ഹരീഷേ, നീ എന്തു ചോദിച്ചെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? എനിക്കിഷ്ടം നിന്നോടല്ല, നിൻ്റെ ചേട്ടനോടല്ല. നീ എന്ത് കരുതി എനിക്ക് കല്യാണം കഴിക്കാൻ അങ്ങ് മുട്ടി നിൽക്കുകയാണെന്നാണോ നിൻ്റെ വിചാരം? ഞാൻ നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ എപ്പോഴും നിന്നെ കാണാൻ വരുന്നതും നിന്നോട് സംസാരിക്കുന്നതും. നീയാ ഇപ്പോൾ എന്നോട് നിൻ്റെ ചേട്ടനെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്. നിനക്ക് എങ്ങനെ എന്നോട് പറയാൻ തോന്നി ഹരീഷ്? ഇനി മേലെ നിന്നെ കാണാനും നിന്നോട് സംസാരിക്കാനും ഞാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീതു ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് നീതു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നീതു മൈൻഡ് ചെയ്യത്തില്ല. ഉടനെ പ്രിൻസ് പറയും, എന്താ ഹരീഷേട്ടൻ എന്തോ ചോദിച്ചെന്ന് വല്ല ഇതുണ്ടോ? എടാ, അത് ഞാൻ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം ഇങ്ങനെ മുടക്കുന്നുണ്ടല്ലേ, അവൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ താല്പര്യമാണ്. ഇപ്പോൾ വന്ന ആലോചനയ്ക്ക് വന്ന കുട്ടിക്കും ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല, വേറെ വീടെടുത്ത് മാറി താമസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആലോചന മുടങ്ങിപ്പോയത്. ഞങ്ങളും അതിന് സമ്മതിച്ചു, പക്ഷേ സുഭാഷ് ചേട്ടൻ ഒരു തരത്തിലും അതിന് സമ്മതിക്കത്തില്ലെന്ന് പറയും. എന്ന് കരുതി നീതുവിനോട് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? നീതുവിന് ഇഷ്ടം ഹരീഷേട്ടനാണെന്ന് ഹരീഷേട്ടൻ അറിയത്തില്ലെന്ന് പറയും. എടാ, അത് ഞാൻ അപ്പോഴങ്ങ് പറഞ്ഞു പോയതാ. നാണക്കേടായല്ലോ എന്ന് പറയും. അതിനുശേഷം സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമൊക്കെ ശരിയായ സന്തോഷത്തിലാണ് നിധി. വീട്ടിൽ വന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും പറയുന്നുണ്ട്. അതിനുശേഷം നിധിക്കുള്ള ഫുഡൊക്കെ സുഭാഷ് എടുത്തു വെക്കും. മോളെ ബാ വന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറയും. ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് സുധീഷ് വരുന്നത്. എടാ, നീ എവിടെ പോയിരുന്നു? ഇവരെല്ലാവരും നോക്കിയിരുന്നില്ല നീ വരാൻ വേണ്ടി? ഞാൻ വരാൻ വേണ്ടി ചില ആൾക്കാർ കാത്തിരിക്കുമോ. പിന്നെ സുധീഷ് വന്നിട്ട് വേണം സുധീഷിനെ ഓടിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നികേഷും ഹരീഷും ഒക്കെ കിടന്നങ്ങ് ചിരിക്കും. അപ്പോഴത്തേക്കാണ് നീതു അങ്ങോട്ട് വരുന്നത്. സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞ് വിളിക്കും. എന്താ നീതു പതിവില്ലാതെ ഈ സമയത്ത് ഇവിടെ? അതെ, ഹരീഷ് എന്നോട് മോശമായിട്ട് സംസാരിച്ചു, ഇനി ഞാൻ അവനെ കാണാൻ പോകത്തില്ല, അവൻ്റെ മിണ്ടത്തില്ലെന്നൊക്കെ പറയും. നീ എന്താ നീതു സംസാരിക്കുന്നത്? ഹരീഷ് നിന്നോട് മോശമായിട്ട് സംസാരിച്ചെന്ന്? അതെ, ആരോടും പറയാൻ പറ്റാത്തൊരു കാര്യം അവൻ എന്നോട് സംസാരിച്ചത്. ഇനി ഞാൻ അവനോട് സംസാരിക്കത്തില്ല. മുമ്പൊക്കെ ഞാൻ ഹരീഷിനോട് സംസാരിക്കുന്ന സമയത്ത് ഹരീഷ് എന്നോട് മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ സുഭാഷ് ചേട്ടനോട് വന്ന് പരാതി പറയത്തില്ലായിരുന്നു. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയും അവൻ്റെ സ്വഭാവം അങ്ങനെ, അതൊക്കെ മാറുമെന്ന് പറയും. പക്ഷേ ഇപ്പം അവൻ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ കൊള്ളാവോ സുഭാഷ് ചേട്ടാ എന്നൊക്കെ പറയും. അപ്പം ഇത് കേൾക്കുന്ന നിധി പറയും, നീതു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തുറന്ന് പറ. ഹരീഷ് നിന്നോട് എങ്ങനെ മോശമായിട്ട് സംസാരിച്ചെന്നാണ് നീ പറയുന്നത്? അത് ഞാനിന്ന് അവനെ കാണാൻ വർക്ക്ഷോപ്പിൽ ചെന്നിരുന്നു. വർക്ക്ഷോപ്പിൽ ചെന്ന സമയത്ത് സുഭാഷ് ചേട്ടൻ്റെ കല്യാണം മുടങ്ങിയ കാര്യമൊക്കെ അവൻ സംസാരിച്ചു. ആ സമയത്ത് അവൻ എന്നോട് ചോദിച്ചു, എൻ്റെ വീട്ടിൽ കല്യാണം കഴിച്ചിട്ട് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് അറിയാമല്ലോ സുഭാഷ് ചേട്ടന്. അപ്പോൾ ഞാൻ അതിന് സമ്മതിച്ചതാണ്. അപ്പോൾ അവൻ പറയുക സുഭാഷ് ചേട്ടനെ ഞാൻ വിവാഹം കഴിക്കണമെന്ന്. അപ്പോൾ സുഭാഷ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി നിൽക്കും. പിന്നെ നികേഷും സുധീഷും എല്ലാവരും കിടന്ന് ചിരിക്കും. പറയും, നീതു ഹരീഷിൻ്റെ സ്വഭാവം നീതുവിന് അറിയത്തില്ലേ? ഹരീഷ് തമാശ പറഞ്ഞതാ. ഹരീഷ് പറയുന്ന കേട്ട് ആരെങ്കിലും അതും കേട്ടോണ്ട് ചോദിക്കാനായിട്ട് ഇങ്ങോട്ട് വരുമോ? അത് ചുമ്മാ നിന്നെ കളിയാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അല്ല, ഹരീഷ് അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചത്. ഇല്ല, ഇനി ഞാൻ അവനോട് സംസാരിക്കത്തില്ല, മിണ്ടത്തില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അതിനുശേഷം സുഭാഷും ചോദിക്കും, ഇവനെന്താ ഇങ്ങനെ സംസാരിക്കാൻ? അപ്പോൾ നികേഷൻ പറയാം, ഹരീഷ് ഏട്ടൻ ചുമ്മാ തമാശ പറഞ്ഞത്. എപ്പോഴും നീതു അവിടെ വരുന്ന കാര്യം എനിക്കറിയത്തില്ല. ഹരീഷിനോട് മുടിഞ്ഞ പ്രേമമാണ് നീതുവിന്. ഇത് ചുമ്മാ നീതു ചേച്ചിയെ വട്ടിളക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയും. എന്തായാലും അവൻ വരട്ടെ, അവനോട് ചോദിക്കണമെന്ന് പറയും. അങ്ങനെ ഹരീഷിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് സുഭാഷും നിധിയെല്ലാം കൂടി. അപ്പോൾ അവിടെ മുതലാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി ഹരീഷ് വരുമ്പോൾ ഹരീഷിനോട് ചോദിക്കണം നീതുവിൻ്റെ അടുത്ത് അങ്ങനെ ഹരീഷ് പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ വലിയ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.